നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. 10th പ്രിലിംസിന് വേണ്ടി ആവർത്തന ചോദ്യങ്ങൾ പഠിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയൊരു കണ്ടൻറ്റാണ്. ക്വസ്റ്റ്യൻസിലേക്ക് വേഗം പോകാം. ഫസ്റ്റ് വൺ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ആൻസർ നമച്ച ബർവ. നമച്ച ബർവ ആണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. നമച്ച ബർവയാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആൻസർ കരീവയാണ്. കരീവയാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. കരീവയാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ആൻസർ റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. അടുത്തത്, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഏത്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ടൈറ്റാനിയം ഓക്സൈഡ്. ടൈറ്റാനിയം ഓക്സൈഡാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ടൈറ്റാനിയം ഓക്സൈഡാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത്? ആൻസർ ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങളാണ് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം. ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. അടുത്തത്, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ കസാൻ, റഷ്യ. കസാൻ, റഷ്യയിലാണ് 2024 ഒക്ടോബറിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. നെക്സ്റ്റ് വൺ, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട 21. ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട 21. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരുമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ വരുന്നത്. അടുത്തത്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 2010. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. നെക്സ്റ്റ്, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ലഞ്ച് ബെൽ പദ്ധതി കേരളത്തിലാണ് ആവിഷ്കരിച്ചത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഏതാണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത എന്തൊക്കെയാണ്? 1. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. 2. ഫെഡറൽ നികുതി നൽകുക. 3. നികുതി നൽകാതിരിക്കുക. ഇതിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവും ബന്ധമില്ലാത്തത് കാര്യമെന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ
2 മാത്രമാണ് ഓപ്ഷൻ ബി നമുക്ക് ആൻസർ. അതായത് ഫെഡറൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്ത കാര്യം. ഓക്കെ, അപ്പോൾ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളത് ആർക്കൊക്കെയാണ്? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവയായിരുന്നു 20 നിസ്സഹകരണ പ്രസ്ഥാന ബന്ധമുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ നവമഞ്ചരി. നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. നെക്സ്റ്റ്, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ ധോളവീര. ധോളവീരയിലാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം. ധോളവീര. ധോളവീര. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? പ്രസ്താവന: ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, 1916 ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചു. ഇവരിൽ ഈ 3 പ്രസ്താവനകളിലും ആനി ബസന്റ് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ 1 മാത്രമാണ് ബന്ധമില്ലാത്തത്. ഗുലാംഗിരി ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ആനി ബസന്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്നുള്ള കാര്യം ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആര്? ആനി ബസന്റ് ആരംഭിച്ചു. ഓക്കെ, അടുത്തത് പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് ശപഥം എടുത്തത്. പാഞ്ചാലി ശപഥം സുബ്രഹ്മണ്യ ഭാരതി. ഭാരതി പാഞ്ചാലി ശപഥം. സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശപഥം. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആൻസർ EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ്, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ തെലുങ്കാനയാണ്. മഹാലക്ഷ്മി സ്കീം വരുന്നത് എവിടെയാണ്? തെലുങ്കാനയാണ്. മഹാലക്ഷ്മി സ്കീം തെലുങ്കാനയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ കൊടുത്തിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 to 22 ആണ്. സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14 to 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് 23 to 24 ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19, 22. സമത്വം എന്ന് പറയുന്നത് 14, 18. മതസ്വാതന്ത്ര്യം 25, 28. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ 23 to 24 ആണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? പ്രസ്താവനകൾ: 1. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 2. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3. ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനം നടപ്പിലാക്കുക. ഇതിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. അതായത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നുള്ളതും
ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതും ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസനം സംബന്ധിക്കുന്ന പ്രവർത്തനം നടപ്പിലാക്കുക എന്നുള്ളതും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ആകുന്നു. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നു. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ആകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉം മാത്രം ശരിയാണ്. 1ഉം 2ഉം മാത്രം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം ശരി. അതായത് 2005 നമുക്കറിയാം അല്ലേ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നുള്ളതും. ഓക്കെ, വിവരാവകാശം എന്ന് പറയുമ്പോൾ 2 പ്രസ്താവന നോക്കാം. 1, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. ആൻസർ ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഇതാണ്. ആൻസർ സുകുമാർ സെൻ. സുകുമാർ സെൻ. ആദ്യത്തെ സുകുമാർ സെൻ. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനാൽ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആ റിട്ടിൻ്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായ തടങ്കലിൽ നിന്നും മോചിപ്പിക്കുക. ഹേബിയസ് കോർപ്പസ് അന്യായമായ തടങ്കൽ. ഹേബിയസ് കോർപ്പസ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആൻസർ ആനന്ദമഠം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇവിടെ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത കൗർ, സരോജിനി നായിഡു എന്നിവരുണ്ട്. ഇവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി ഇട്ടുള്ള വനിതകൾ ആരെല്ലാം ആയിരുന്നു? ഇവരെല്ലാവരും തന്നെ ഓപ്ഷൻ ഡി ആൻസർ. ഇവരെല്ലാവരും തന്നെ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത കൗർ, സരോജിനി നായിഡു, ഇവർ എല്ലാവരും തന്നെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള വനിതയാണ്. ഓക്കെ, ഇന്ത്യയുടെ എന്നുള്ളതോടെ പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി. അടുത്തത്, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ കബനി നദി. 2014 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ആൻസർ PR ശ്രീജേഷ്. നെക്സ്റ്റ് വൺ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്?
ആൻസർ രാമനാട്ടം. രാമനാട്ടം, കഥകളി, രാമനാട്ടം. ഉത്ഭവം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. അടുത്തത്, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ നാഫ്തയാണ്. നാഫ്ത കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകര. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകര. അടുത്തത്, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവരിൽ ശരിയായ ജോഡി ഇവരിൽ ഏതാണ്? ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ, ജാതി കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ, ജാതി കുമ്മി. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളതാണ് VTയുടെ പ്രശസ്തമായ നാടകം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ഏതാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ ഝാൻസി റാണി അക്കമ്മ ചെറിയാൻ. നെക്സ്റ്റ് വൺ, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഡോക്ടർ KB മേനോൻ ഏത് സംഭവത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? ആൻസർ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുവാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? കൂട്ടാണ്. മൊബൈൽ ഫോൺ ടു കൂട്ട്. മഹാകവി G. ശങ്കരക്കുറുപ്പിന് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന് ആണ് പറഞ്ഞത് മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചു. നെക്സ്റ്റ് വൺ, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എക്സിറ്റു കൺസർവേഷൻ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഇവയിൽ ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന എപ്പോഴും ഗോൾജി കോംപ്ലക്സുകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ബ്ലഡിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ആൻസർ ഗ്ലോബുലിൻ. ഗ്ലോബുലിനാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ആരാണ്? അതിൽ പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ എന്നിവയുണ്ട്. അവരിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ആൻസർ ലിപ്പേസ് ആണ്. ബന്ധമില്ലാത്തത് ലിപ്പിഡ്സ്. തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി, വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. ശരി, നമുക്ക് പഠിച്ചു വെച്ചേക്കാം. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗമനത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗമനത്തിലൂടെ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. പിന്നെ മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും.
ഓക്കെ, വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണം കുറയും. അടുത്തത്, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയും തെറ്റും കണ്ടെത്തുക. ഇവിടെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വരുന്നുണ്ട്. 1ഉം 2ഉം ശരിയാണ്. നമുക്കത് നോക്കി വെക്കാം. അതായത് എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ്, ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇനി 3ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ അതിപ്പോൾ നോക്കണ്ട. ഓക്കെ, എയ്ഡ്സും നിപ്പ വൈറസാണ്. ക്ഷയം, എലിപ്പനി ക്ഷയം അല്ലേ, ക്ഷയം ഉള്ളതറിയാം നമുക്ക്. ട്യൂബർക്കുലോസിസ്, എലിപ്പനി അറിയാം, ലെപ്റ്റോസ്പൈർ. നെക്സ്റ്റ് വൺ, ക്യൂണിക് കൾച്ചർ താഴെ പറയുന്നവയിൽ ഏതാണ്? ക്യൂണിക് കൾച്ചറിൽ താഴെ പറയുന്ന എന്തും ബന്ധപ്പെട്ടിരിക്കും? ക്യൂണിക് കൾച്ചർ മുയലാണ്. ക്യൂണിക് കൾച്ചർ മുയൽ. ക്യൂണിക് കൾച്ചർ മുയലിൻ്റെ ചെവി. ക്യൂണിക് കൾച്ചർ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ആൻസർ തെന്നി നീങ്ങുന്ന സന്ധി. കുറേയേറെ കൺഫ്യൂഷന് ശേഷം നമ്മുടെ PSC ആൻസർ തന്നിരിക്കുന്ന സന്ധി എന്നാണ്. സിനാപ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. സിനാപ്സ് എന്താണ്? ആൻസർ പേശീകോശത്തിനും ന്യൂറോണുകൾക്കുമിടയിൽ കാണപ്പെടുന്നു. പിന്നെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നതാണെന്ത്? സിനാപ്സ് അല്ലേ. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നതാണെന്ത്? സിനാപ്സ് എന്ന് പറയുക. 2 ന്യൂറോൺസ് വന്ന് ഇടയ്ക്കുള്ള സ്പേസാണ് സിനാപ്സ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, അവിടെ അസറ്റിൽ കോളിനൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലോറിൻ. ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിനാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ. സ്ഥിരകാന്തം അൽനിക്കോ. താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ഇവയിൽ ഏതാണ്? പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ്, നൈലോൺ എന്നിവയുണ്ട്. അതിൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്. അടുത്തത്, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. പ്രോട്ടോണിന് ആ പേര് കൊടുത്തത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡാണ്. പ്രോട്ടോണിന് ആ പേര് കൊടുത്തത് ഏണസ്റ്റ് റുദർഫോർഡാണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടേനാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? ത്വരണം എന്ന് പറയും. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആകുന്നു. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ആൻസർ ഗതികോർജമാണ്. തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഇതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ആണ്? ആൻസർ എന്ന് പറയുന്നത് അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത്. അടുത്തത്, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ. ഇതിലുപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അൾട്രാസോണിക് തരംഗം ആകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ 5 ബാർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.